ഞാനമ്മ ഉണ്ടാക്കി കൊടുത്തേ. എന്നാലും ചക്കര കുറച്ച് കൂടുതലാന്ന് വാപ്പ പറഞ്ഞിക്കണെന്ന് പറഞ്ഞു. ചുക്കപ്പില്ലേ ശർക്കര കുറച്ച് കൂടുതലാന്ന് വാപ്പ പറഞ്ഞല്ലോ. അപ്പം ശർക്കര കൂടിയാലോ ഒന്നും പാപ്പാക്ക് പറ്റൂല, അപ്പം ഇനി ഉണ്ടാക്കി കൊടുക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞു. ഓളാ ആയിക്കോട്ടെ അമ്മ എന്ന് പറഞ്ഞു. പിറ്റേന്ന് ഇവിടെ എണീറ്റ് എന്ത് ചെയ്ത്, ശർക്കരയല്ല കൂടിയത്, ശർക്കര കുറച്ചുണ്ടാക്കി കൊടുത്ത്. അന്ന് ഓള് വാപ്പാന്ന് പറഞ്ഞ് വാപ്പാക്ക് കൊണ്ടുപോയി കൊടുത്ത്. വാപ്പ നല്ല രസമുണ്ട് കുട്ടിയെന്ന് പറഞ്ഞ് കുടിച്ചവിടെ വെച്ച്. അന്ന് അമ്മ വന്നിട്ട് പറഞ്ഞ്, വാപ്പാക്ക് പൈൽസിൻ്റെ കേടില്ല എനിക്കറിയില്ലേ, കുരുമുളക് ഇത്ര തോന്നിടല്ല എന്ന് വെച്ചോളോട്. അപ്പോൾ ഓള് പിറ്റേന്ന് എന്ത് ചെയ്ത്, കുരുമുളകും കുറച്ച് ശർക്കരയും കുറച്ച് ചുക്കാപ്പി ഉണ്ടാക്കി കൊടുത്ത്. ഇങ്ങനെ ചുക്ക് കാപ്പി ഉണ്ടാക്കി കൊടുത്ത് ഓള് ഉപ്പാൻ്റെ മകളായി അങ്ങോട്ട് മാറി. ദേഷ്യക്കാരനായ, മുൻകോപിയായ, എടുത്തുചാട്ടക്കാരനായ, കൊലകൊമ്പനാണ് എന്ന് ഉമ്മ ഇമേജ് ഉണ്ടാക്കി കൊടുത്ത ബാപ്പാൻ്റെ മരുമകളല്ല, മകളായി മാറി ഓള്. ഇങ്ങനെ ഒരു ദിവസം ഉമ്മ ഹോസ്പിറ്റലിലേക്ക് പോയൊരു നേരത്ത് ഓൾ എന്ത് ചെയ്ത്, അന്ന് വെള്ളിയാഴ്ച ബീഫ് ഉണ്ടെന്ന് പോരല്ലേ, ഇറച്ചി ഉണ്ടെന്ന്. ഇവിടെ നല്ല ടേസ്റ്റിൽ ഇറച്ചി ഉണ്ടാക്കി. ഇത് ഭയങ്കര ടേസ്റ്റ് ഉണ്ടെന്ന് കഴിച്ചവരും മുത്തച്ഛന്മാരും മുത്തച്ഛളൊക്കെ അന്ന് വന്നിന്ന് ഉമ്മല്ലല്ലോ പോരല്ലേ, ഇവരൊക്കെ നല്ല രസത്തിൽ അത് കഴിക്കുകയും ചെയ്തു. പിന്നെ നിങ്ങൾക്ക് മടുപ്പുണ്ടോ? ബാക്കി പറയുന്നില്ലേ. പിന്നെ ഒരു ദിവസം അടുത്ത വെള്ളിയാഴ്ച ഉമ്മ പൊരയിലുണ്ട്, വാപ്പ ഇറച്ചി ഉണ്ടെന്ന് കണ്ട് എന്ത് പറഞ്ഞെന്നറിയാം, ഇന്നും മുട്ടി ഉണ്ടാക്കിയാൽ മതി കേട്ടോ ബീഫ് എന്ന്. അങ്ങനെ എന്നാൽ ഓൾറെഡി ഉണ്ടാക്കിക്കോട്ടെ എന്നുമ്മ. അങ്ങനെ ഓള് ബീഫൊക്കെ ഉണ്ടാക്കി. എല്ലാവരും ഉണ്ടല്ലോ പൊരയിൽ. ഒരു 10 പ്രാവശ്യം ഓള് ടേസ്റ്റ് നോക്കുന്നുണ്ട്. ഉപ്പൊക്കെ അല്ലേ, മധുരം ഇട്ടല്ലേ, എരിവ് ഓക്കെ അല്ലേ, കുരുമുളക് ഓക്കെ അല്ലേ, ഇതൊക്കെ നോക്കിക്കാണ്ട് ഓള് നന്നായിട്ട് ഏറ്റവും ഓളെ കൊണ്ട് പറ്റുന്ന പരമാവധി ടേസ്റ്റുകൾ ഉണ്ടാക്കി മൂടി വെച്ച് സിമക്കൊക്കെ ആക്കി ഓള് കുളിക്കാൻ പോയി. കുളിച്ച് വന്നപ്പോഴോ ഇത് കോട്ടക്കന്ന് വന്ന കേസ് തന്നെയല്ലേ. നിങ്ങൾ തുടർന്ന അല്ല തന്നെയാണത്. എൻ്റെ അനുഭവം അല്ലേ, ഇതാരെങ്കിലോട് പറഞ്ഞ്. കുളിച്ച് വന്നപ്പോൾ അതന്നെ, കുളിച്ച് വന്നപ്പോൾ ഉണ്ട് വാപ്പാൻ്റെ മുമ്പിലുള്ള ചോറും പാത്രമൊക്കെ ഇങ്ങനെ സൈഡിൽ കിടക്കണേ. ചോറൊക്കെ അതൊക്കെ ഇങ്ങനെ ആകെ ചിന്നി ചിതറി കിടക്കുക ചോറ്. അതിൻ്റെ സൈഡിൽ തന്നെ ഉണ്ട് ബീഫിൻ്റെ പാത്രമൊക്കെ മറിഞ്ഞ് കിടക്കണം. ഓൾ ഓടി വന്നിട്ട് എന്തേപ്പാ സാധനം നശിപ്പിക്കല, എത്രയാ ഇതിന്റെ പൈസ എന്നാ, എങ്ങനെയാ പൈസ ഉണ്ടാക്കണെന്നാ, എന്റെ കുട്ടിയുടെ ഗൾഫ് കടന്ന് കഠിനാധ്വാനം ചെയ്ത് ഉണ്ടാക്കണ പൈസ ഇങ്ങനെ നശിപ്പിച്ച് കളയില്ലാന്നൊക്കെ പറഞ്ഞ് വാപ്പാരല്ലേ പറയുമല്ലോ, സ്വാഭാവികല്ലേ. വാപ്പ വഴക്ക് പറഞ്ഞു. ഉമ്മ ഒന്നും അറിയാത്ത പോലെ ഇങ്ങനെ അവിടെ ഇരിക്കുക, പൊന്നൊരുക്കിനടുത്ത് പൂച്ചക്ക് എന്ത് കാര്യം എന്നുള്ള മട്ടില് ഇല്ലേ. ഓക്കൊന്നും അറിയില്ലല്ലോ, കുളിക്കാൻ പോയതല്ലായിരുന്നാ. ഓളൊരു ബീഫിന്റെ കഷ്ണം എടുത്ത് വായിലങ്ങോട്ട് വെക്കലും ഓളെന്നെ അറിയാതെ തുപ്പിപ്പോയി. കാരണം എന്താ, ഉപ്പിന്റെ കട്ടയല്ലേ, ഇത് ബീഫാണോ ഉപ്പും കട്ടയാണോ നോക്ക് തോന്നിപ്പോയി. സംഭവം എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനി കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമല്ലല്ലോ.